ബസ് കാത്തിരിപ്പ് കേന്ദ്രം ചവപ്പറമ്പായി ഉപയോഗിക്കാതെ നശിക്കുന്നത് ലക്ഷങ്ങൾ. അധികൃതർ കാട്ടുന്ന അനാസ്ഥ കാരണം ദുരിതം അനുഭവിക്കുകയാണ് യാത്രക്കാരും നാട്ടുകാരും. മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടം ചവപ്പറമ്പായി മാറുകയാണ്. ലക്ഷങ്ങൾ മുടക്കി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിട്ടും ഒരു ബസ് പോലും കയറിയിറങ്ങുന്നില്ല. ബസ് ജീവനക്കാർ പറയുന്നത് ഇങ്ങനെ: ബസ് സ്റ്റാൻഡിലേക്ക് കയറിയാൽ തിരിച്ചിറങ്ങാൻ പ്രയാസപ്പെടുന്നു. സ്വകാര്യ ബസ്സുകളുടെ സമയക്രമീകരണവും നടത്തണമെന്നും ബസ് ഉടമകൾ പറയുന്നു. ബസ് കയറാത്ത കാരണം ടൈമില്ല. പിന്നെ ചെറിയ ഗ്യാപ്പുള്ളൂ. അതല്ല, അപ്പോൾ പോലീസുകാർ ആർട്ടിഒ സംസാരിച്ചിരുന്നു. നിങ്ങൾ ആർട്ടിഒക്കാരെ സംസാരിച്ചിരുന്നു. അവരെന്താ പറയുന്നത്? സംസാരിച്ചിട്ടുണ്ട്. ടൈമില്ല അല്ലേ നിങ്ങൾക്ക്? ടൈം അഡ്ജസ്റ്റ് തന്നിട്ടില്ല അല്ലേ? തിരിക്കാൻ സമയമില്ല അല്ലേ? അതാണ് ബസ് സ്റ്റാൻഡ്. 4 ലക്ഷം രൂപ മുണ്ടൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ള ശുചിമുറിയാണ്. 4 ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിയതാണ് ഈ ബസ് സ്റ്റാൻഡ്. ഇത് ഫണ്ട് ശുചിത്വ മിഷൻ ഫണ്ട് 3,60,000 ശുചിത്വ മിഷൻ ഫണ്ട്, അതുപോലെ പഞ്ചായത്ത് ഫണ്ട് 40,000, മൊത്തത്തിൽ 4 ലക്ഷം രൂപയാണ് ഇതിൽ ചെലവഴിച്ച് കിട്ടിയ ഇവിടുത്തെ പഞ്ചായത്ത് കെട്ടിയ ശുചിമുറിയാണത്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ, ഇവിടുത്തെ അവസ്ഥ. എൻ്റെ അഭിപ്രായത്തിൽ ബസ് സ്റ്റാൻഡിൽ കൂടെ പോകണം തന്നെയാണ്. ചിലപ്പോൾ ഡയറക്റ്റ് പോകാൻ നമ്മൾ വെയിറ്റ് ചെയ്താൽ കിട്ടാറില്ല അല്ലേ? വളരെ ബുദ്ധിമുട്ടാണല്ലേ? മഴക്കാലമായാലും റോഡിൽ നിൽക്കണം. ബസ്സുകാർ പറഞ്ഞ അവർക്ക് സമയം അവരുടെ ടൈമാണ്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അറിയില്ലായിരുന്നു. പഞ്ചായത്ത് അവർക്ക് ടൈമൊക്കെ നോക്കിയിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്റ്റാൻഡ് വരുന്ന 1 മിനിറ്റിൻ്റെ പണി അല്ലെങ്കിൽ 2 മിനിറ്റിനകത്ത് പോകാം. അതൊരു കാരണമായി തോന്നുന്നില്ല. അതിൻ്റെ പേര് രവീന്ദ്രൻ. ഇവിടെ ഈ കടകൾ കെട്ടി എന്നല്ലാതെ 2-3 കടകൾ മാത്രമേ വാടകയ്ക്ക് പോയിട്ടുള്ളൂ. വേറെ എല്ലാം ഒരു കട പോലും പോയിട്ടില്ല. ഇതെൻ്റെ ബാക്കിൽ കാണുന്നത് അതല്ല. ഈ കടകളിലെ കെട്ടുകളെല്ലാം ഇപ്പോൾ നിർത്തി, എന്താ പറയുക, മഴ വന്നാൽ ചോർച്ച വരെ സംഭവിക്കുന്ന അവസ്ഥയാണ്. മഴ വന്നാൽ വളരെ നല്ലവണ്ണം മഴവെള്ളം ചോരുന്നുണ്ട്. എല്ലാം ഈ ബിൽഡിങ്ങെല്ലാം ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രഹസനത്തിന് മാത്രമേ ഇവിടെ ഉദ്ഘാടനം ചെയ്തുള്ളൂ. വേറെ ഒരു ബസ് പോലും അന്ന് ഒരു പേര് മാത്രം ബസ് കയറിയ എന്നല്ലാതെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന, അന്ന് കുറച്ച് ദിവസം ബസ് കയറി എന്നല്ലാതെ പേര് മാത്രം കയറുന്നില്ല. ഒരു ബസ് പോലും ഇപ്പോൾ കയറുന്നില്ല. അവർ പറഞ്ഞ ന്യായമാണ്, അവർക്ക് സമയമില്ല. പഴയ സമയം മാറ്റം ചെയ്ത് കൊടുത്താൽ ഞങ്ങൾ ബസ്സിൽ കയറാം. കൂടാതെ ബസ് തിരിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുമെന്നാണ്. നിലവിൽ ബസ്സുകൾ തിരിക്കാനുള്ള ഒരു സൗകര്യം ഇല്ല എന്നാണ് ആ ബസ് ജീവനക്കാരൻ പറഞ്ഞത്. 2-3 മാസം മുമ്പ് മുണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറിയോട് ദൈവശേഷിക്ക് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് ആർടിഒ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ ഇതുവരെയും ഇതിന് ബസ്സിൽ കയറുന്നതിനെ കുറിച്ചൊരു നടപടിയും ആയിട്ടില്ല. അതിനുശേഷം പോലീസുകാർ വന്നു. പോലീസുകാർ കുറച്ച് വീഡിയോ എടുത്ത് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം ശേഷം ഒരാഴ്ച പേരിന് മാത്രമേ ഇവിടെ ബസ് കയറിയിട്ടുള്ളൂ. അതിനുശേഷം ഒരു ബസ് പോലും കയറിയിട്ടില്ല. യാത്രക്കാരെല്ലാം ഈ ബസ് സ്റ്റാൻഡ് പുറത്തുനിന്നാണ് ബസ് കയറുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് അത് പറയുന്നത്. റോഡിൽ തന്നെയാണ് യാത്രക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സമയക്രമീകരണം ഓരോ ബസ്സിനും പല സ്ഥലങ്ങളിൽ അധിക സമയം അനുവദിക്കുകയാണെങ്കിൽ യാത്രക്കാർക്ക് ഗുണകരമായി മാറും. മാത്രവുമല്ല, അടഞ്ഞുകിടക്കുന്ന കടമുറികൾ, കച്ചവട സ്ഥാപനങ്ങൾ വന്ന് പഞ്ചായത്തിന് വരുമാനം അധികമാക്കാനും സാധിക്കും. ഇത്തരം കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ തയ്യാറായാൽ പഞ്ചായത്തിന് വൻതുക ലാഭിക്കാം. ഇരുട്ടായാൽ സാമൂഹ്യദ്രോഹികളുടെ വിഹാരകേന്ദ്രമായി മാറുന്നു. ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും വർദ്ധിക്കുന്നു. ന്യൂസ് 95 ന്യൂസിന് വേണ്ടി പാലക്കാട് മുണ്ടൂരിൽ നിന്നും സനോജ് മന്ത്ര.